ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ്. അപ്പോൾ ഇന്ന് നമുക്കൊരു മിനി നോട്ട്ബുക്ക് സെറ്റ് ആക്കിയാലോ. അപ്പോൾ A4 ഷീറ്റും ഗ്ലൂവും അതുപോലെ തന്നെ സിസറും ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വായോ, നമുക്ക് അടിപൊളിയായിട്ട് മിനി നോട്ട്ബുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു A5 സൈസിലുള്ള നോട്ട്ബുക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സൈസ് വേണോ, ഇപ്പോൾ പോക്കറ്റ് ഡയറിക്കുള്ളതാണോ അല്ലെങ്കിൽ മിനി ഡയറി അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സൈസിലേക്ക് കട്ട് ചെയ്തെടുക്കുക പേപ്പേഴ്സ്. മര്യാദയ്ക്ക് A5 ഷീറ്റ് എടുത്ത് ചെയ്യേണ്ട പരിപാടിയായിരുന്നു. എന്നാൽ ആവശ്യത്തിന് നമ്മൾ A5 ഷീറ്റ് പരതിയാൽ കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ A4 ഷീറ്റ് എടുത്ത് അങ്ങ് A5 ഷീറ്റ് ആക്കി. അപ്പോൾ എത്ര പേജസ് വേണോ അത്രയും പേജസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഒരേപോലെ ഒരേ ലെങ്ത്തിലും ഒരേ വിഡ്ത്തിലും ഒക്കെ വെച്ച് സെറ്റാക്കി എടുക്കുക. പിന്നെ ഞാൻ ഈ ഒരു നോട്ട്ബുക്കിൻ്റെ കൂടെ കുറച്ച് അടിപൊളി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഓൾറെഡി ചെയ്ത ഒരു മിനി പെയിൻറ്റിങ്ങിൻ്റെ ആ ഒരു പേജും കൂടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഫ്രണ്ട് പേജ് പോലെ. അപ്പോൾ ഇതിനൊക്കെ നമ്മളൊരു ഫ്രണ്ട് കവർ കൊടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ബോണ്ട് പേപ്പേഴ്സ് ഒരുമിച്ച് ഒട്ടിച്ചിട്ട് കുറച്ച് വലുതാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് അതിന് കവർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പേജസ് ഉണ്ടല്ലോ, നമ്മൾ കട്ട് ചെയ്ത് വെച്ച പേജസ്, ആ ഒരു പേജസ് എല്ലാം കൂടി ഒന്ന് ഒട്ടിക്കണം. ഇല്ലെങ്കിൽ എല്ലാം കൂടി ഒരു പേപ്പറിൽ വരച്ചിട്ട് ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോഴത്തേക്കും അപ്പുറത്തെ പേപ്പർ ഇങ്ങോട്ട് കയറി വരും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് അത് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. 2 ക്ലിപ്സ് യൂസ് ചെയ്തിട്ട് സൈഡിൽ പിടിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. എന്നിട്ട് പിന്നെ ആ ഒരു വൈറ്റ് തന്നെ ശരിയില്ലല്ലോ ഒരു ഫ്രണ്ട് കവറായിട്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി കൊളാക്കാന്ന് വെച്ചിട്ട് ഒരു പീച്ച് കളർ ഇല്ലെങ്കിൽ ഒരു പിങ്ക് കളറൊക്കെയുള്ള ഒരു കളർ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഫ്രണ്ട് കവറായിട്ട് കൊടുത്തു. എന്നാലും അത് പോരാ, എന്നാലും അതിനെ കുറച്ചുകൂടി കൊളാക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഡിസൈൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ എങ്ങനെയല്ലോ നമ്മുടെ മിനി നോട്ട്ബുക്ക് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇനി എന്ത് ക്രാഫ്റ്റാണ് വേണ്ടതെന്ന് കമൻറ്റായിട്ട് പറയാം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.